നിലക്കടല അഥവാ പീനട്ട്സ് അതിൻ്റെ കൂടെ മല്ലിയില കൂടി ചേരുമ്പോൾ നല്ലൊരു ഫ്ലേവറും പ്രത്യേക ഒരു ടേസ്റ്റുമാണ്. ഇങ്ങനെ ഉണ്ടാക്കുന്ന ചട്നി ഇഡലിക്കും ദോശയ്ക്കും മാത്രമല്ല, ബ്രെഡിൽ പീനട്ട് ബട്ടർ പുരട്ടുന്നത് പോലെ ഈ ചട്നി ബ്രെഡിൽ പുരട്ടിയാലും നല്ലതാണ്. മിക്ക വീടുകളിലും മിക്കവാറും ദിവസങ്ങളിൽ ഉണ്ടാക്കുന്ന സിമ്പിൾ ആൻഡ് ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റാണ് ഇഡലിയും ദോശയും. ഇഡലിക്കും ദോശയ്ക്കുമുള്ള സൈഡ് ഡിഷായി പലതരം ചട്നികൾ നാം ഉണ്ടാക്കാറുണ്ട്. എന്നാൽ തേങ്ങയൊന്നും അരയ്ക്കാതെ പീനട്ട്സും മല്ലിയിലയും കൊണ്ട് ഉണ്ടാക്കാവുന്ന സിമ്പിൾ ആൻഡ് ഡെലീഷ്യസ് ചട്നിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ ചട്നി ന്യൂട്രീഷ്യസ് ആണ്, അതുപോലെ സിമ്പിളുമാണ്. ഇതിനു വേണ്ടി ആദ്യം നമുക്ക് റോസ്റ്റഡ് പീനട്ട്സ് ആണ് വേണ്ടത്. നിങ്ങളുടെ കയ്യിൽ വറക്കാത്ത പീനട്ട്സ് ആണെങ്കിൽ അത് റോസ്റ്റ് ചെയ്ത് അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് റെഡിയാക്കി മാറ്റി വെക്കുക. അതിനുശേഷം മറ്റ് ഇൻഗ്രീഡിയൻസായ മല്ലിയില, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, ഉഴുന്നുപരിപ്പ്, പുളിയെ എന്നിവ റെഡിയാക്കി വെക്കണം. നമ്മൾ ഏത് ഫുഡ് ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ ഇൻഗ്രീഡിയൻസും അതിനാവശ്യമായ പാത്രങ്ങളും തയ്യാറാക്കി വെക്കാമെങ്കിൽ നമുക്ക് ജോലി എളുപ്പവുമാകും, പ്രോഡക്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇനിയും നമ്മൾ ചെയ്യേണ്ടത് ഒരു പാൻ എടുത്ത് ചൂടാക്കണം. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കണം. അത് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പിട്ട് റോസ്റ്റ് ചെയ്യുക. ഫ്ലെയിം ലോയിലായിരിക്കണം. ഇതിലേക്ക് ചെറിയ പീസ് ഇഞ്ചി, 3 വെളുത്തുള്ളി അല്ലി, എന്നിട്ട് ചെറിയൊരു സവോളയും കൂടെ അരിഞ്ഞതിട്ട് വഴറ്റണം. കൂടെ എരിവിനായിട്ട് 2 പച്ചമുളകും കൂടെ ഇടണം. ഗ്രീൻ ചില്ലിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതെല്ലാം ഒന്ന് കുറച്ച് വഴലണം. വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും ലേശം പുളിയും ടാമറിൻ്റെ അതും കൂടി ഇട്ട് ഇളക്കണം. ഈ സമയം ഫ്ലെയിം മീഡിയത്തിലാക്കാം. ഇങ്ങനെ വഴന്ന മിക്സിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പീനട്ട്സും ഫ്രഷ് മല്ലിയിലയും ഇട്ട് ഇളക്കണം. മല്ലിയില കുറഞ്ഞു പോകരുത്, ഏകദേശം പീനട്ട്സിൻ്റെ അളവിനോടൊപ്പം ഉള്ളത് നല്ലതാണ്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കുക. ഇത് തണുത്തതിന് ശേഷം ഗ്രൈൻഡ് ചെയ്യാനായി മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക. മിക്സിയുടെ ജാറിൽ മാറ്റിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിടുക, അരയ്ക്കാൻ വേണ്ട വെള്ളം ഒഴിക്കുക, നന്നായി അരച്ചെടുക്കുക. ചട്നിയുടെ കൺസിസ്റ്റൻസി വെള്ളമൊഴിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. ഇനി ഇതിലേക്ക് കടുക് വറക്കാനായി പാനിൽ കടുക് പൊട്ടിക്കുക. കുറച്ച് ചുവന്നുള്ളി ഷാലറ്റ്സ് ഇട്ട് മൂപ്പിക്കുക. എന്നിട്ട് ലേശം മുളക് പൊടിയോ അല്ലെങ്കിൽ വറ്റൽ മുളകോ ചേർക്കുക. കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫാക്കുക. എന്നിട്ട് ഈ വറവ് ചട്നിയിലേക്ക് ഒഴിക്കുക. ഇങ്ങനെ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായ ചട്നി റെഡിയായി. തേങ്ങ അരയ്ക്കാതെയുള്ള ഈ വെറൈറ്റി ചട്നിക്ക് ഗുണവും രുചിയും കൂടുതലാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ല ഒരു ടേസ്റ്റി റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.